ഇന്ന് പിനാഫോർ ഗൗൺ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. സ്റ്റിച്ചിങ് അറിയാത്തവർക്കും വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഗൗണാണ് ഇത്. ഞാനിവിടെ ഒരു പാത്രത്തിൽ കൈയും കഴുത്തും വെട്ടിയെടുത്തിട്ടുണ്ട്. അത് തുണി വെട്ടാനൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ബോഡി പാർട്ട് ഇറക്കം 14 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. വണ്ണം 10 ഇഞ്ചും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കഴുത്തിന് 4.5 ഇഞ്ച് അകലവും 7 ഇഞ്ച് ഇറക്കവും കൊടുത്തിട്ടുണ്ട്. കൈക്കുഴി ഒരു 7 ഇഞ്ചാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഈ പത്രത്തിൽ വെട്ടിയ കൈക്കുഴിയെല്ലാം ചെറുതായിട്ട് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്ന. ഈ പത്രം കട്ട് ചെയ്തതുപോലെയല്ല തുണി കട്ട് ചെയ്യുന്നത്. ഇത് പിനാഫോർ ഗൗൺ ആയതുകൊണ്ട് വെട്ടാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് പത്രത്തിൽ ഞാനിങ്ങനെ ചെയ്തത്. ഫുള്ളായിട്ടൊന്നും വരഞ്ഞിട്ടില്ല, ചെറിയ ഈ ഒരു ഭാഗം മാത്രമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് അടയാളപ്പെടുത്തിയത്. ഇനി അത് നമുക്ക് ഈ ഒരു ഷേപ്പിൽ വരഞ്ഞെടുക്കുക. കഴുത്തകലം ഒരു 4 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇനി ഈ വരഞ്ഞതിലൂടെ ഇത് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് ഞാൻ ഡബിൾ വെക്കുന്നുണ്ട്, അതുകൊണ്ട് ഇതുപോലെ ഒരു പീസും കൂടെ നമുക്ക് വെട്ടിയെടുക്കാം. ആദ്യം ലൈനിങ് ആണ് കട്ട് ചെയ്തത്. ഇനി ഫ്രോക്കിൻ്റെ തുണി കട്ട് ചെയ്തെടുക്കാം. ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്ത ബോഡി പാർട്ടിൻ്റെ പീസ് വെച്ചിട്ട് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിന് വള്ളി അടിക്കാനുള്ള തുണിയാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഒരു 2.5 ഇഞ്ച് വീതി ഇട്ടിട്ട് നീളത്തിൽ ഒരു തുണി കട്ട് ചെയ്തെടുക്കാം. ഇനി ഫ്രോക്കിൻ്റെ ഞൊറിക്കുള്ള തുണി കട്ട് ചെയ്തെടുക്കാം. ഞൊറിക്കുള്ള തുണിയുടെ നീളം ഒരു 42 ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. ഇനി ഇത് നമുക്ക് വെട്ടിയെടുക്കാം. ഇനി അതിനേക്കാളും ഒരു 2 ഇഞ്ച് കുറച്ചിട്ട് ലൈനിങ്ങും വെട്ടിയെടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഫസ്റ്റ് വള്ളി അടിക്കാൻ വെട്ടിവെച്ച തുണി ഒന്ന് മടക്കിയിട്ട് അടിച്ചു കൊടുക്കാം. മടക്കി അടിച്ചിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഈർക്കലിയോ അല്ല പപ്പടക്കോലോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ഇതൊന്ന് മറിച്ചിട്ടാൽ മതി. വള്ളീൻ്റെ നീളം ഒരു 12 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ബോഡി സ്റ്റിച്ച് ചെയ്യുക. ലൈനിങ്ങിൽ കട്ട് ചെയ്ത ബോഡി പാർട്ട് വെച്ചിട്ട് അടിച്ച് മറിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യം കഴുത്തിന് വള്ളി വെക്കേണ്ട ഇടം അളവ് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അളന്ന് അവിടെ ചെറിയൊരു കട്ടിങ് കൊടുക്കണം. ഒരു 4 ഇഞ്ച് ഇട്ടിട്ട് 4 ഇഞ്ച് അകലെ ഇട്ടിട്ട് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഒരു കട്ടിങ് കൊടുത്താൽ മതി. ഇനി ഈ കട്ട് ചെയ്ത ബോഡിക്ക് കട്ട് ചെയ്ത തുണി ഈ തുണീൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. സ്റ്റിച്ച് ചെയ്ത് 4 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്ത് എത്തുമ്പോൾ സൂചി ഒന്ന് അവിടെ കുത്തി വെച്ചിട്ട് ലൈനിങ് ഒന്ന് പൊന്തിച്ച് കൊടുത്തിട്ട് ലൈനിങ്ങിൻ്റെ ഉള്ളിലായിട്ട് ഈ നല്ല തുണീൻ്റെ മുകളിലായിട്ട് ലൈനിങ്ങിൻ്റെ ഉള്ളിലായിട്ട് ഈ വള്ളി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 കൈയിൻ്റെ 2 വള്ളി ഉണ്ടല്ലോ, അപ്പോൾ അവിടുന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വീണ്ടും കട്ട് ചെയ്ത ഭാഗം എത്തുമ്പോൾ അതേപോലെ തന്നെ ലൈനിങ് ഒന്നുകൂടെ പൊന്തിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വള്ളി അവിടെ വെച്ച് കൊടുത്തിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് മറിച്ചിട്ടാൽ ഇതാ ഇങ്ങനെ ഉണ്ടാവും. ഇനി ഇത് ലൈനിങ്ങിന് അനുസരിച്ച് വെട്ടി റെഡിയാക്കി കൊടുക്കണം. കഴുത്തടിച്ചതിൻ്റെ തയ്യൽ തുമ്പ് ചെറുതായിട്ട് വെട്ടി കൊടുക്കുക. സ്റ്റിച്ചിങ്ങിൻ്റെ നൂല് പൊട്ടിപ്പോവാതെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. കഴുത്തിൻ്റെ ഇതിലെ മേലെ കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ബാക്ക് കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വള്ളി വെക്കേണ്ട സ്ഥലത്ത് ചോക്ക് കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചോക്ക് കൊണ്ട് അടയാളപ്പെടുത്തിയിടം എത്തുമ്പോൾ സൂചി അവിടെ കുത്തി വെച്ചിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫ്രണ്ട് പീസ് ചെയ്തതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെ പീസ് ഒന്ന് പൊക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ വള്ളി വെച്ച് കൊടുക്കണം. ഫ്രണ്ട് പീസ് മറിച്ചിട്ടിട്ട് നല്ല വശത്തോട് ചേരുന്ന രീതിയിലേക്ക് മറിച്ച് വെച്ചിട്ട് വേണം നിങ്ങൾ വള്ളി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കാൻ. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് വെക്കുന്നതെന്നുള്ളത്. ലൈനിങ് ഇതുപോലെ ഒന്ന് പൊന്തിച്ച് കൊടുത്തിട്ട് ആ ചോക്ക് കൊണ്ട് അടയാളപ്പെടുത്തിയ എടുത്ത് ഈ വള്ളി വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പുറത്ത് അടയാളപ്പെടുത്തിയെടുത്ത് എത്തുമ്പോൾ മറ്റേ വള്ളിയും അതേപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ബാക്ക് പീസും ഫ്രണ്ട് പീസ് ചെയ്തതുപോലെ തന്നെ ബോഡിക്ക് അനുസരിച്ച് വെട്ടി തയ്യൽ തുമ്പൊക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ചിങ്ങിൻ്റെ നൂല് വെട്ടിപ്പോവാണ്ട് വേണം തയ്യൽ തുമ്പ് കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ടൊന്ന് മറിച്ചിട്ടാൽ മതി. ഇനി ഫ്രോക്കിൻ്റെ ഞൊറി ഇട്ട് കൊടുക്കുക. കുഞ്ഞി ചെറിയ ഞൊറി ഇട്ട് കൊടുത്താൽ മതി, അതാണ് ഇതിന് ഭംഗി. ലൈനിങ്ങും ഇതുപോലെ തന്നെ ഞൊറി ഇട്ട് കൊടുക്കുക. ലൈനിങ്ങുമ്മലും ഞൊറി ഇട്ടതിന് ശേഷം ആദ്യം നല്ല തുണിയുമ്മലിട്ട ഞൊറി ബോഡിയുമ്മൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ലൈനിങ്ങിൻ്റെ ഞൊറിയും ഇതുമ്മ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ബാക്കും മുന്നും 2 സൈഡും ഇതുപോലെ ഞൊറി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 സൈഡും ഞൊറി വെച്ചതിന് ശേഷം ഇത് ഇങ്ങനെ മറിച്ചിട്ടിട്ട് ഇതിൻ്റെ സൈഡ് അടിച്ചു കൊടുക്കുക. സൈഡ് അടിച്ചിട്ട് പിന്നെ ലൈനിങ്ങിൻ്റെ ബക്കും മടക്കി അടിച്ചു കൊടുക്കുക.
അടിഭാഗവും ഫ്രോക്കിൻ്റെ ഞൊറീൻ്റെ അടിഭാഗവും മടക്കി അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഫ്രോക്ക് റെഡിയായി. സ്റ്റിച്ചിങ് പഠിക്കാത്ത ആൾക്കാർക്ക് വരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫ്രോക്കാണിത്. എല്ലാവരും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞു തരുന്നത് ആർക്കെങ്കിലും മനസ്സിലാവാണ്ടുണ്ടെങ്കിൽ പറയണം. ഞാൻ എൻ്റേതായ ഒരു ഭാഷയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. മനസ്സിലാവുന്നില്ലെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. എന്നാൽ എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ തിരുത്തിയിട്ട് പറഞ്ഞുതരാം. ഇതാണ് ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവരും ഒന്ന് സ്റ്റിച്ച് ചെയ്തു നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ബൈ.